നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ കൊട്ടിയൂർ. പ്രകൃതി കനിഞ്ഞു നൽകിയ പച്ചപ്പിനും ബാവലിപ്പുഴയുടെ കുളിർമയ്ക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം ദക്ഷിണകാശി എന്നും തൃച്ചരുമണ്ണ എന്നും അറിയപ്പെടുന്നു. ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴയുടെ ഇരുകരകളിലുമായാണ് ക്ഷേത്രസങ്കേതം നിലകൊള്ളുന്നത്. പുഴയുടെ തെക്കുഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരും വടക്കുഭാഗത്ത് അക്കരെ കൊട്ടിയൂരും മുഖത്തോടു മുഖം നോക്കി നിൽക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയുടെ രൂപവും ഭാവവുമാണ് കൊട്ടിയൂരിന്. ഇവിടെ ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ശിവക്ഷേത്രമുണ്ട്. എന്നാൽ അക്കരെ കൊട്ടിയൂർ വ്യത്യസ്തമാണ്. വൈശാഖോത്സവ കാലത്തേക്ക് മാത്രമാണ് അവിടെ ക്ഷേത്രം കെട്ടിയുണ്ടാക്കുന്നത്. ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാകില്ല. തിരുവഞ്ചിര എന്നറിയപ്പെടുന്ന ജലാശയത്തിന് നടുവിലെ മണിത്തറയിൽ സ്വയംഭുവായി മഹാദേവനും തൊട്ടടുത്ത അമ്മാറക്കൽ തറയിൽ ശക്തി ചൈതന്യമായി പാർവതീദേവിയും കുടികൊള്ളുന്നു. പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളാരൻ കല്ലുകൾ കൊണ്ടാണ് ശിവലിംഗത്തിന് പീഠം നിർമ്മിക്കുന്നത് എന്നത് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ്. ദക്ഷയാഗം നടന്ന ഭൂമിയായതിനാലാണ് ഇവിടം ദക്ഷിണകാശിയായി മാറിയത്. ഇവിടത്തെ പൂജാവിധികൾ ചിട്ടപ്പെടുത്തിയത് പരശുരാമനാണെന്നും ശങ്കരാചാര്യരാണെന്നും രണ്ടു പക്ഷമുണ്ട്. എങ്കിലും ജാതിമത ഭേദമന്യേ നമ്പൂതിരി മുതൽ വനവാസി വരെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും കൃത്യമായ പ്രാധാന്യവും പങ്കാളിത്തവുമുള്ള ഒരു മഹാസങ്കേതമാണ് കൊട്ടിയൂർ. ഇടവത്തിലെ ചോതിനാളിൽ തുടങ്ങി മിഥുനത്തിലെ ചിത്തിരയിൽ അവസാനിക്കുന്ന 27 ദിവസത്തെ വൈശാഖോത്സവം ആദ്യ 7 ദിവസം ദേവോത്സവമായും പിന്നീട് മനുഷ്യോത്സവമായും അവസാന 3 ദിനങ്ങൾ ഭൂതോത്സവമായും ആഘോഷിക്കുന്നു. ഈ വർഷത്തെ പ്രധാന തീയതികൾ നമുക്ക് നോക്കാം. മെയ് 2 ഉത്സവ ചടങ്ങുകളുടെ തുടക്കം കുറിക്കുന്ന പ്രാക്കുഴം. മെയ് 23 ഭക്തിസാന്ദ്രമായ നീരെഴുന്നള്ളത്ത്. മെയ് 29 നെയ്യാട്ടം. അന്നുതന്നെ കുട്ടിയാടി ചാതിയൂർ മഠത്തിൽ നിന്നുള്ള അഗ്നിവരവും നടക്കും. മെയ് 30 ഭണ്ഡാരമെഴുന്നള്ളത്ത്. വയനാട്ടിലെ കുതിരേരിക്കാവിൽ നിന്നുള്ള വാളെഴുന്നള്ളത്ത് ഇക്കരെ കൊട്ടിയൂരിലെത്തുന്നതും ഇതേ ദിവസമാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് മെയ് 30 അർദ്ധരാത്രി ഭണ്ഡാരം എഴുന്നള്ളുന്നതുവരെ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ ഭക്തിയുടെ വേലിയേറ്റമാണ്. ജൂൺ 5 തിരുവോണം ആരാധന. ജൂൺ 7 ഭക്തർ സമർപ്പിക്കുന്ന ഇളനീർ വെപ്പ്. ജൂൺ 8 അഷ്ടമി ആരാധനയും ഇളനീരാട്ടവും. ജൂൺ 10 14 രേവതി രോഹിണി ആരാധനകൾ. ജൂൺ 16 മുതൽ 19 വരെ
തിരുവാതിര, പുനർധം, ആയില്യം, ചതശതങ്ങൾ. അതിരാവിലെ തുടങ്ങുന്ന പൂജകൾ ചിലപ്പോൾ അർദ്ധരാത്രി വരെ നീളും. പാരമ്പര്യമായി പകർന്നുകിട്ടിയ പൂജാവിധികളാണ് ഇന്നും പിന്തുടരുന്നത്. ഹരിഗോവിന്ദ മന്ത്രങ്ങൾ ഉരുവിട്ടാണ് ഭക്തർ ദർശനത്തിനെത്തുന്നത്. മറ്റൊരു പ്രധാന ചടങ്ങാണ് ജൂൺ 20 മകം കലം വരവ്. ശ്രദ്ധിക്കുക, മകം നാൾ ഉച്ചശീവേലിക്ക് ശേഷം അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ആയിരം കുടം അഭിഷേകം, തുമ്പമാല, കൂവളമാല, തിരുവപ്പം, വലിയ വട്ടളം പായസം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ആൽരൂപം സമർപ്പിച്ചാൽ സർവ്വരോഗങ്ങളും മാറുമെന്നും പ്രസാദമായി ലഭിക്കുന്ന അഷ്ടബന്ധം രോഗമുക്തി നൽകുമെന്നും വിശ്വാസികൾ കരുതുന്നു. ദക്ഷന്റെ താടി എന്ന സങ്കല്പത്തിൽ ഈട്ടിയുടെ തണ്ട് ചതച്ചുണ്ടാക്കുന്ന ഓടപ്പൂവ് വാങ്ങി വീട്ടിലും വാഹനത്തിലും തൂക്കുന്നത് ഇവിടത്തെ സവിശേഷമായ കാഴ്ചയാണ്. ഉത്സവത്തിന്റെ അവസാന ദിനങ്ങൾ അടുത്തുവരുന്നു. ജൂൺ 23 അത്തം ചതുശതം, വാളാട്ടം, കലശപൂജ. ജൂൺ 24 വൈശാഖോത്സവത്തിന് സമാപനം കുറിക്കുന്ന തൃക്കലശാട്ട്. ആദ്യം മുതിരേരിക്കാവിൽ നിന്നുള്ള വാളിന്റെ തിരിച്ചെഴുന്നള്ളത്തും പിന്നീട് ബിംബങ്ങളും ഭണ്ഡാരങ്ങളും തിരിച്ചെഴുന്നള്ളുന്നു. തന്ത്രി കോഴിക്കോട്ടിരി നമ്പൂതിരിപ്പാട് പ്രത്യേക ബലിയർപ്പിച്ച ശേഷം പെരുമാളോട് യാത്ര ചൊല്ലി ഇക്കര കൊട്ടിയൂരിലെത്തുന്നു. പാമ്പറപ്പാൻ തോട്ടിൽ അവസാന ക്രിയകൾ പൂർത്തിയാക്കി തോട് മറികടക്കുന്നതോടെ ആ വർഷത്തെ വൈശാഖോത്സവം സമാപിക്കുന്നു. ഈ പുണ്യഭൂമിയിലേക്ക് നിങ്ങൾക്കുമെത്താം. ട്രെയിൻ മാർഗം വരുന്നവർ തലശ്ശേരിയിൽ ഇറങ്ങി റോഡ് മാർഗം കൂത്തുപറമ്പ്, പേരാവൂർ വഴി 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിലെത്താം. വയനാട്ടിൽ നിന്നുള്ളവർ മാനന്തവാടി, തലപ്പുഴ, ബോയ്സ് ടൗൺ, അമ്പായത്തോട് വഴി 25 കിലോമീറ്റർ സഞ്ചരിക്കുക. ഭക്തിയും പ്രകൃതിയും ഒത്തുചേരുന്ന കൊട്ടിയൂരിലെ ഈ 27 നാളുകൾ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലെ പുണ്യനിമിഷങ്ങളാണ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.